Hello friends, welcome to Bake and Cook Easy. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നാരങ്ങ അച്ചാർ ഉണ്ടാക്കാം. അതിനു വേണ്ടിയിട്ട് 1 കിലോ നാരങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തുടച്ചു വെച്ചേക്കുന്നതാണ്. നമ്മൾ ഉപ്പ് വെള്ളത്തിലിട്ട് കഴുകുകയാണെങ്കിൽ അതിന്റെ അഴുക്കൊക്കെ നന്നായിട്ട് പോകും. അപ്പോൾ അങ്ങനെ ചെയ്തെടുത്താണിത്. ഇനി നമുക്ക് ഇത് ഒന്ന് ആവി കയറ്റണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് തട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നാരങ്ങ വെച്ച് ഒരു 15 മിനിറ്റ് ആവി കയറ്റണം. ഇത് മൂടി വെച്ച് നമുക്ക് 15 മിനിറ്റ് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ആവി കയറ്റണം. 15 മിനിറ്റ് കഴിയുമ്പോൾ നാരങ്ങ നല്ല സോഫ്റ്റ് ആകും. അപ്പോൾ ഇത് പൊട്ടാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് ഓഫ് ചെയ്യണം. എന്നിട്ട് തണുത്ത് കഴിയുമ്പോൾ നമുക്കത് കട്ട് ചെയ്ത് ഉപ്പ് പുരട്ടി വെക്കണം. നാരങ്ങ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉപ്പ് ചേർത്ത് ഒരു ഗ്ലാസ് ജാറിൽ ഇട്ട് വെക്കണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്തിട്ട് ഗ്ലാസ് ജാറിൽ ഇട്ട് വെക്കണം. പിന്നെ പിറ്റേ ദിവസമാണ് നമുക്കത് അച്ചാറാക്കാൻ പറ്റുള്ളൂ. നാരങ്ങ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ലെയറായിട്ട് വെച്ചിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നാരങ്ങയുടെ നീരൊക്കെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഇത് റെഡിയാവും. അപ്പോൾ നമുക്ക് അച്ചാർ റെഡിയാക്കാം. നമ്മൾ ഒരു ദിവസം ഉപ്പിട്ട് വെച്ച നാരങ്ങയാണ്. അപ്പോൾ അതിൻ്റെ നീരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റുമായിട്ടുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഒരു 25 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ ഇഞ്ചി ഒരു മീഡിയം സൈസ് അത് ചെറുതായിട്ട് അരിഞ്ഞത്. പച്ചമുളക് 4ഓ 5ഓ ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഡേറ്റ്സ് നമ്മൾ ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. അത് നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് കുറച്ച് സമയം വെച്ചതാണ്. അപ്പം നമുക്ക് ഫോർക്ക് വെച്ച് ഇങ്ങനെ ഉടച്ചെടുക്കാൻ പറ്റും. പിന്നെ കായം 1 ടീസ്പൂൺ, ഉലുവപ്പൊടി 1/2 ടീസ്പൂൺ, കടുക് ആവശ്യത്തിന്, ഉപ്പ് ആവശ്യത്തിന്, വേപ്പില ആവശ്യത്തിന് എടുക്കാം. പിന്നെ കാശ്മീരി ചില്ലി ഒരു 3 ടേബിൾ സ്പൂണ്, പിന്നെ എരിവുള്ള മുളക് ഒരു 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് 7 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നമുക്കൊന്ന് വഴറ്റണം. അതിന് മുമ്പ് 1 ടീസ്പൂൺ നമുക്ക് കടുക് ഒന്ന് പൊട്ടിക്കണം. ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്ത് കുറച്ച് സമയം വഴറ്റണം. ഏകദേശം ഒരു 5 മിനിറ്റോളം നമ്മളിത് വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മുളക് പൊടി ചേർക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചേർക്കാനായിട്ട്. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നാരങ്ങയിൽ ഉപ്പിട്ട് വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി. ഇനി നമുക്ക് ഈ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കാം. ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം നമുക്ക് 2 കപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിള വന്നതിന് ശേഷം നമുക്ക് കായം പൊടിയും പിന്നെ ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം. മാറ്റി വെച്ചിട്ട് നമുക്ക് നാരങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം നമുക്ക് ബോട്ടിലാക്കിയാൽ മതി.
കുറച്ച് സമയം ചൂടാറാൻ വേണ്ടി വെക്കണം. അച്ചാർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. 2 ദിവസം കഴിയുമ്പോഴേക്കും ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു 2 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേടാവാതിരിക്കാനൊക്കെ നല്ലതാണ് വിനീഗർ ചേർക്കുന്നത്. പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാര. നമ്മളുടെ നാരങ്ങ അച്ചാർ റെഡിയായി കഴിഞ്ഞു. നല്ല ഗ്രേവിയുള്ള അച്ചാറാണത്. പിന്നെ കേടാവാതിരിക്കുകയും ചെയ്യും. വിനീഗറൊക്കെ ചേർത്തതുകൊണ്ട് കേടാവില്ല. പിന്നെ ഡേറ്റ്സ് നമ്മൾ തിളപ്പിച്ച വെള്ളത്തിലിട്ട് ചേർത്തതുകൊണ്ട് ആ ഗ്രേവിക്ക് നല്ല തിക്നെസ് ഉണ്ട്. ഇനി എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.